നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നദികളിലെ മണൽവാരൽ പുനരാരംഭിക്കും. 200 കോടി സമാഹരിക്കുമെന്ന് പ്രതീക്ഷ. ബജറ്റ് 2024 ഇടുക്കി ഡാമിൽ ലേസർ ആൻഡ് ലൈറ്റ് ഷോ പദ്ധതി രൂപപ്പെടുത്താൻ 5 കോടി. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നദികളിലെ മണൽവാരൽ പുനരാരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരള ബജറ്റ് 2024 അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇതിലൂടെ 200 കോടി രൂപ സമാഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതപ്പുഴയിലും ചാലിയാറിലും ആദ്യഘട്ടമായി മണൽവാരൽ നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2016 മുതൽ നദികളിലെ മണൽവാരൽ നിലച്ചിരിക്കുകയാണ്. ഇടുക്കി ഡാമിന്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെ നടത്താൻ ബജറ്റിൽ പ്രഖ്യാപനം. വിശദമായ പദ്ധതി രൂപപ്പെടുത്തുന്നതിനുള്ള സഹായം എന്ന നിലയിൽ 5 കോടി വകയിരുത്തുന്നതിനായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇനി കായിക വാർത്ത. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക്. സ്കോർ: ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 396, രണ്ടാം ഇന്നിംഗ്സ് 255. ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സ് 253, രണ്ടാം ഇന്നിംഗ്സ് 67. മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സാക് റൗളി പന്തിൽ ഒരു സിക്സറും 3 ഫോറും അടക്കം ഹെറാൻ അഹമ്മദ് എന്നിവരാണ് ക്രീസിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.